ഒരു കിലോ അരി തന്നെ ചേച്ചി, ഒരു കിലോ അരി. ഞങ്ങൾ ചങ്ങനാശ്ശേരിയിൽ ഇതിന് മാസം അന്വേഷിച്ച് വന്ന അവരുടെ വീട്ടിൽ കയറി വരിക. ഒരു പാവ ഒരു പെൺകൊച്ചുണ്ടാകും, ഒരു മോളുള്ള ഒരു കുറ്റുള്ള ഒരു സ്ത്രീയാണ്. ബാക്കിയുള്ള സ്ത്രീകളെ എല്ലാം ഈ കേരളത്തിൽ എല്ലാവരും ഇവരെ അറിയാം. ഇത്രയും സീരിയസ് ആയിട്ട് അവരെ കുറിച്ച് തന്നെ പറയുന്ന സമയത്ത് അവിടെ നിന്ന് സാധനങ്ങൾ എടുക്കുന്ന തിടുക്കത്തിൽ നിൽക്കുന്ന റാണിയൊക്കെ ഞാൻ ഇനി പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. കമന്റ് ബോക്സുകളിൽ എല്ലാം ഓടി നടന്ന് ആൾക്കാരെ കുറിച്ച് ഇല്ലാത്ത കഥയും അഭീത കഥയും പറഞ്ഞുണ്ടാക്കുന്നതിനുള്ള സ്ഥിരം ഒരു ഏർപ്പാടെടുത്ത് നടക്കുന്ന പോലെ നടക്കുന്ന ഒരു ചേച്ചിയാണ് റാണിയൊക്കെ പറ്റിയിട്ട് എനിക്ക് 100 നാവാം. എന്തിന് കഴിഞ്ഞ 2 ദിവസം മുന്നേ ഞാൻ ചെയ്ത ഏതൊരു കണ്ടന്റ് താഴെ ഒന്ന് 4-5 പാരഗ്രാഫ് കണക്കിന് അടിച്ചു വിട്ടിരിക്കുകയും ഇതൊക്കെ കാണുമ്പോൾ തന്നെ ചിരിയാണ് വരുന്നത്. എന്തായാലും റാണിയൊക്കെ ഇപ്പൊ അങ്ങ് നൈസായിട്ടൊന്ന് തേഞ്ഞൊട്ടിയിട്ടുണ്ട്. വേറൊന്നും കണ്ടല്ല, നമ്മുടെ വി ആർ ഇൻ ലവ് എന്ന് പറയുന്ന ചാനലിലുള്ള 2 പേർ എതിരെ ഞാൻ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അതിന്റെ റീസൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ ചെയ്യുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ സ്വന്തം അപ്പനെ അമ്മയൊക്കെ പറഞ്ഞ് കുറ്റം പറഞ്ഞുകൊണ്ട് വീഡിയോസ് ഇടുന്നത് എനിക്ക് പേഴ്സണലി ഡൈജസ്റ്റ് അല്ലാത്തത് കൊണ്ട് തന്നെയാണ് ഞാനത് അവരെ വിമർശിച്ച് വീഡിയോ ഇടുന്നത്. പക്ഷെ ഈ ഒരു വീഡിയോയിൽ ഞാൻ ഫുൾ സപ്പോർട്ടഡ്, കൺഗ്രാറ്റ്സ് ബ്രോ എന്ന് എനിക്ക് പറയാനുള്ളൂ. കാരണം അമ്മാതിരി സാധനമാണ് നിങ്ങൾ ഈ ഒരു വീഡിയോയിൽ കാഴ്ചവെച്ചിട്ടുള്ളത്. എല്ലാ കമന്റ് ബോക്സുകളിലും പോയിട്ട് ഇല്ലാത്ത അപരാധം പറഞ്ഞുണ്ടാക്കിയിടുന്ന റാണിയൊക്കെ നിങ്ങൾ നേരിട്ട് പോയി കണ്ട്. നമ്മുടെ ദീപ്തി ടീച്ചറിന്റെ കമന്റ് ബോക്സിലുണ്ട്, എല്ലായിടത്തും ഉണ്ട്, എവിടെ പോയാലും ഉണ്ട്. ഓടി നടന്ന് കമന്റ് ഇടും. ഇതിനൊക്കെ എവിടെയാണ് സമയം കിട്ടുന്നതെന്നാണ് ഞാൻ പല സമയത്തും ആലോചിച്ചിട്ടുള്ളത്. പലവ്യഞ്ജനക്കടയിൽ ജോലി ഉണ്ടായിരുന്നിട്ട് കൂടി റാണിയൊക്കെ ഇതിന്റെ ഇടയിൽ എല്ലാം കൂടി കഷ്ടപ്പെട്ട് വീഡിയോ ഒക്കെ ഇരുന്ന് കണ്ട് കമന്റ് ചെയ്യാൻ കാണിക്കുന്ന മനസ്സാരും കാണാതെ പോകരുത്. എന്തായാലും റാണിയൊക്കെ നമ്മുടെ വി ആർ ഇൻ ലവ് ടീം കൂട്ടത്തോട് ഓട്ടിച്ചിട്ട് പിടിച്ചിട്ടുണ്ട്. റാണിയൊക്കെ അവിഞ്ഞ് നിൽക്കണ കാണണം, അത് വേറെ ലെവലാ. കണ്ടുപോകാം. ഒരു കിലോ അരി തന്നെ ചേച്ചി, ഒരു കിലോ അരി. ഒന്ന് 2 കിലോ എടുത്തു. 2 കിലോ ചങ്ങനാശ്ശേരി അരി മേടിക്കാൻ എങ്ങനെ തെറി വിളിക്കാൻ പറ്റുന്നു ഇങ്ങനെ? നിങ്ങൾ റാണിയൊക്കെ തെറ്റിദ്ധരിച്ചു. റാണിയൊക്കെ തെറി വിളിക്കാറൊന്നുമില്ല, പച്ച അവരാതെ മാത്രമേ പറയാറുള്ളൂ. നിങ്ങൾ തെറ്റി. എടാ അമല, നിനക്ക് തെറ്റി. റാണിയൊക്കെ തെറി പറയാറില്ല, അവരാതെ മാത്രമേ പറയാറുള്ളൂ. തെറി എന്ന് വെച്ചാൽ താ പൂ പാ മാ ഗ മ സ ഗ രി മ ഗ സ ഇട്ടല്ലേ വിളിക്കുന്ന. റാണിയൊക്കെ അങ്ങനെയല്ല, ഇല്ലാത്ത അവിധ കഥയും അവരാധം പറഞ്ഞ് മാത്രമേ ഉണ്ടാക്കത്തുള്ളൂ. നിങ്ങൾ തെറ്റിദ്ധരിച്ചു. ഡോണ്ട് ജഡ്ജ് എ ബുക്ക് ബൈ ഇറ്റ്സ് കവർ, അത് മറക്കരുത്. എന്തായാലും റാണിയൊക്കെ കണ്ട സമയം നിങ്ങൾ യൂട്യൂബറല്ലേ, ഏറ്റവും കൂടുതൽ അവരാധം പറഞ്ഞുണ്ടാക്കിയ ടീംസിനെ കണ്ടപ്പോൾ നിങ്ങൾ യൂട്യൂബറല്ലേ. റാണിയൊക്കെ നിങ്ങൾ വേറെ ലെവല, പറയാതിരിക്കാൻ വയ്യ. കൈയടി തരട്ടെ ഞാനൊരു അതുപോലെ ഫേമസ് ആരുവാ ഉള്ള യൂട്യൂബിലുള്ള പെണ്ണുങ്ങളെല്ലാം തെറി വിളിക്കുക, അവരുടെ ഏറ്റവും ഇഷ്ടമുള്ള കുഞ്ഞുങ്ങളെ തെറി വിളിച്ചിട്ട് ഞങ്ങൾ ചങ്ങനാശ്ശേരിയിൽ ഇതിന് മാസം അന്വേഷിച്ച് വന്ന അവരുടെ വീട്ടിൽ കയറി വരിക. ഒരു പാവ ഒരു പെൺകൊച്ചുണ്ടാകും, ഒരു മോളുള്ള ഒരു കുറ്റുള്ള ഒരു സ്ത്രീയാണ്. ബാക്കിയുള്ള സ്ത്രീകളെ എല്ലാം തെറി വിളിക്കും. ഈ കേരളത്തിൽ എല്ലാവരും ഇവരെ അറിയാം. കേരളം ഇതുവരെ കണ്ടിട്ടില്ല. എത്ര പേര് ഇവരെ കുറിച്ച് വീഡിയോ ഇട്ട് കഴിഞ്ഞിപ്പോ? ഇവിടെ വന്നിട്ട് ഒത്തിരി ആയില്ല, 2 ദിവസമായേ ഉള്ളൂ. മെഡിക്കുക ഇതുപോലെ തെറി പറയുന്ന ഒരു സ്ത്രീ കേരളത്തിൽ ഇല്ല. ഉള്ള കാര്യം പറയാം. അത്ര അനുഭവിച്ച് 3 വർഷമായിട്ട് ഇവരെ മാത്രം അന്വേഷിച്ച് നടക്കുന്നത്. ഇവർക്ക് ഈ അപസ്മാരത്തിന്റെ അസുഖം കേട്ടോ. ഇവരതൊക്കെ മുതലെടുത്ത് അവർക്ക് അസുഖം കൂടുതൽ വരണം. അതിനുള്ള ഇവരെ കാണിച്ചിട്ടില്ല. എന്തായാലും റാണിയൊക്കെ ജോലിക്ക് കയറിയിട്ട് 3 ദിവസമായിട്ടുള്ളൂ. ആ ജോലിയുടെ കാര്യത്തിൽ ഒരു തീരുമാനമായി. ആ പലവ്യഞ്ജനക്കടക്കാരെ ഇനി എന്തായാലും ഈ വീഡിയോ കഴിഞ്ഞതിന് ശേഷം റാണിയൊക്കെ കൂടും എടുത്ത് വിട്ട് കാണും, പറഞ്ഞ് ഓട്ടിച്ച് വിട്ട് കാണും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി ഇതൊക്കെ കേട്ടിട്ട് ഓട്ടിച്ച് വിട്ടില്ലെങ്കിൽ എനിക്കൊന്നും പറയില്ല. പലവ്യഞ്ജനക്കട ചേട്ടാ, എന്തായാലും കൊള്ളാം ചേട്ടാ. പിന്നെ റാണിയൊക്കെ 3 വർഷമായിട്ട് തേടി നടക്കുകയാണ്. എന്തായാലും അവസാനം കിട്ടി. ഇതിന് ശേഷം അവസാനം റാണിയൊക്കെ കണ്ടെത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. പക്ഷെ റാണിയൊക്കെയുടെ ഒരു ഹൈലൈറ്റ് നിങ്ങൾ ഈ ഒരു ക്ലിപ്പിൽ ശ്രദ്ധിച്ചായിരുന്നു. റാണിയൊക്കെ കുറിച്ചിട്ട് കുറ്റമാണ് ഇവിടെ അമൽ പറഞ്ഞുകൊണ്ട് നിൽക്കുന്നത്. അപ്പോഴും അതിന്റെ ഇടയിലും ആ ജോലിയുള്ള ആത്മാർത്ഥത നിങ്ങൾ ആരും കാണാതെ പോകരുത്. വേറെ ഒന്നുമില്ല, അവിടെ നിന്ന് സാധനങ്ങൾ എന്തൊക്കെ പിറകുകയാണ്, അതാണ് ആത്മാർത്ഥത. അതാണ്ടാ റാണിയൊക്കെ ഉയരിടാ. ഇനി ഇതിന്റെ താഴെ ഒന്ന് കമന്റ് ഇടുവോ? റാണിയൊക്കെ പേടിപ്പിക്കരുത്, എനിക്കിനി ഇവൻ വന്നതുപോലെ അങ്ങൊന്നും വരാൻ വയ്യ. സത്യം എനിക്ക് വരാൻ വയ്യാത്തോണ്ടാ പറയുന്നത്. കേസ് കൊടുത്തു ഓൾറെഡി കേട്ടോ. പിന്നെ കേസ് കൊടുത്തിട്ട് ഇപ്പം കൗണ്ടർ വക്കീലുണ്ട് പരിചയം. അപ്പൊ അവിടെ പോയി നമ്മൾ ചെയ്തപ്പോ
ഇവരെ കണ്ടെത്തി കൊടുക്കണം. കാരണം സൈബർ വഴി ഒത്തിരി പണിയാണ് ഇവരെ എത്തുക എന്നുള്ളത്. നമ്മൾ നേരിട്ട് ഇറങ്ങി ഒരു 1.5 വർഷമായിട്ട് ഇവരെ അന്വേഷിച്ചിട്ടാണ് ഇവരെ കിട്ടിയത്. നമുക്കിപ്പം ഭയങ്കര സന്തോഷമുണ്ട്. കാരണം നമ്മളൊരു കാര്യത്തിലോട്ട് ഇറങ്ങി നമ്മുടെ എന്റെ ഭാര്യയും കുഞ്ഞുങ്ങളെയാണ് ഇവരെയൊക്കെ മോശം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിനുവേണ്ടി നമ്മൾ ഇറങ്ങിയതാണ്. ഇപ്പൊ അത് സക്സസ് ആയിട്ട് ഇവിടെ വന്നു. ഇപ്പൊ ഭയങ്കര സന്തോഷമായിട്ടാണ് നിൽക്കുന്നത്. കാരണം അവരെ കണ്ടെത്താൻ പറ്റി. ഇവരെന്നെ പറഞ്ഞതെന്ന് അറിയോ, ഒരു പാവപ്പെട്ട വീട്ടിൽ വന്ന 5 ലക്ഷം രൂപ കൊടുത്താൽ ഇവിടെ ലക്ഷം ഉണ്ടാക്കി വെച്ചു. ഞാൻ കണ്ടു ചേച്ചി, ഞാൻ കണ്ട് റാണിയൊക്കെ കലിപ്പില കണ്ട റാണിയൊക്കെ ഇടയ്ക്ക് കയറി ഓണായി പഴയ കമന്റ് ബോക്സിൽ ആ റാണിയൊക്കെ ഓണായിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്കേ വരത്തുള്ളൂ. പക്ഷെ ഇവര് നേരിട്ട് പോയപ്പോ അങ്ങ് നീറ് നിൽക്കുകയാണ്. അവരപ്പം മനസ്സിൽ ചിന്തിച്ചാണ് നിന്നടുത്ത് നിന്ന് താന്നങ്ങ് പോയിരുന്നെങ്കിൽ എന്ന് ആ സ്പോട്ടിൽ ചിന്തിച്ചാണ്. കാരണം അമ്മാതിരി രീതിയിലാണ് അവിഞ്ഞ് നിൽപ്പുണ്ട് അവിടെ. എന്തായാലും കൊള്ളാടാ അമല, നിന്നെ ഈ കാര്യത്തിൽ സമ്മതിച്ചേട്ടാ. നീ കുറച്ചുകൂടിയൊക്കെ ഒന്ന് മാറണമെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വന്തം അമ്മയെ കുറ്റം പറഞ്ഞ ആ ഒരു കാര്യങ്ങളൊക്കെ മാറ്റി വെച്ച് നീ അടിപൊളിയായിട്ട് ചെയ്യ്. വീഡിയോസൊക്കെ ചെയ്ത് ആ അമ്മയായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ കോംപ്രമൈസ് ചെയ്ത്, അമ്മയും മക്കളും അല്ലടാ അതൊക്കെ മറക്ക്. എന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടെങ്കിൽ മറന്ന് കോംപ്രമൈസ് ആയിട്ട് അടിപൊളിയായിട്ട് മുന്നോട്ട് പോകാൻ നോക്ക്. അല്ലാണ്ട് ഇനിയും വന്നിരുന്ന അമ്മയെ കുറ്റം പറഞ്ഞിരിക്കാതെ. എനിക്കും താല്പര്യമില്ല എടുത്തിട്ട് അലക്കാൻ. വീണ്ടും അലക്കേണ്ടി വരുന്നു. കാരണം അത്രയ്ക്ക് വിഷമം വരും കാണുമ്പോൾ നിന്റെ വീഡിയോ. അതുകൊണ്ടാണ് അതൊക്കെ മാറ്റി വെച്ചിട്ട് അടിപൊളിയായിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നീ സൂപ്പറായിട്ട് പോകും. ഈ ഒരു കാര്യത്തിൽ നിന്റെ കൂടെ തന്നെ ഫുൾ സപ്പോർട്ടറേ, ഒരു രക്ഷയില്ല കേട്ടോ. ഈ ഒരു വീഡിയോ കലക്കി നീ കണ്ടപ്പോഴേ ഭയങ്കര ഹാപ്പിയായി. റാണിയൊക്കെ ഉണ്ടാ. ചേച്ചിയുടെ അവസ്ഥ എന്തോ ആയിക്കോട്ടെ, അതൊന്നും അല്ല. ഒരാളെ അറിയാതെ ഒരിക്കലും ഒന്നും പറയാൻ പാടില്ല. നമ്മളറിയോ ചേച്ചി നമ്മളെ കണ്ടു ഇപ്പോഴല്ലേ കാണുന്നേ? ആദ്യമായിട്ടല്ലേ കാണുന്നേ? 1.5 വർഷമായിട്ട് എന്തിനാ നമ്മളെ ഇട്ടത് ആവശ്യമില്ലാത്ത പറയുന്നത്? ചോദിക്കാൻ വേണ്ടി എന്നോട് എന്തെങ്കിലും വിരോധം ഉണ്ടോ? കാണിക്കുമെന്ന് പറഞ്ഞു, അത് നമ്മള് കാണിച്ചിട്ടുണ്ട്. നമ്മൾ ധൈര്യമായിട്ട് അക്കടെ ഫോട്ടോ ഉൾപ്പെടെ വീഡിയോ ഉൾപ്പെടെ സോഷ്യൽ മീഡിയ കൊണ്ടുവന്നത് തന്നെ നമ്മള്. അതെ, ആദ്യം നമുക്ക് കുമാരിയമ്മയാണ് ആദ്യം കറക്റ്റ് ആയിട്ട് നമുക്ക് ആ ഒരു ചാനൽ എടുത്തു തന്നിരുന്നത്. അപ്പൊ പിന്നീടാണ് നമ്മൾ അത് ദീപ്തി ടീച്ചറിന് കൈമാറിയിട്ടുണ്ടായിരുന്നെ. ദീപ്തി ടീച്ചറാണ് ഈ കറക്റ്റ് അഡ്രസ് നമുക്ക് എടുത്തു തന്നെ. പക്ഷെ നമ്മൾ ഇവിടെ വന്ന് നല്ലപോലെ കഷ്ടപ്പെട്ടു കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. കാരണം നല്ല പാടായിരുന്നു ഇവിടെ വന്നിട്ട് കണ്ടുപിടിക്കുക എന്നുള്ളത്. പക്ഷെ നമ്മൾ കണ്ടുപിടിച്ചു. ദൈവം ഉണ്ടെന്ന് പറയുന്നത് നമ്മളെ കണ്ടപ്പോഴേ പുള്ളിക്കാരുടെ തിരിച്ചിൽ കണ്ടോ, ആ തിരിച്ചിൽ അവരുടെ പേടി ഉണ്ടായിരുന്നു മൊത്തത്തിൽ. അവർ പേടിച്ച് പെട്ടെന്ന് തിരിഞ്ഞു. നിങ്ങൾ യൂട്യൂബ് എന്നിട്ട് തിരിഞ്ഞു വന്നിട്ട് അവർ ചോദിക്കുക, നിങ്ങൾ യൂട്യൂബറല്ലേ, കണ്ടിട്ടില്ലേ എന്തോ ഒരു കള്ളിയായിട്ടുള്ള സ്ത്രീയാന്ന് ചോദിക്കുക. എന്റെ ദൈവം, ഇങ്ങനെ സ്ത്രീകളുണ്ടോ? പൊന്നടാ സത്യം, ഇങ്ങനെയും സ്ത്രീകളുണ്ടോ എന്ന് ഞാൻ പോലും ചിന്തിച്ചു പോയി. എടാ അമ്മല്ല, ഞാൻ ഒരു കാര്യം പറയട്ടാ, ഇത് ഈ സ്ഥാനത്തൊരു ആണായിരുന്നു നീ പൊട്ടിക്കണമെന്ന് തന്നെ ഞാൻ പറയത്തുള്ളൂ. പിന്നെ സ്ത്രീകൾക്ക് ഇവിടെ പ്രിവിലേജും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതുകൊണ്ടാണ് ഒരു വിഷയം. അല്ലെങ്കിൽ നീ 2 പൊട്ടിച്ചിരുന്നെങ്കിലും കുഴപ്പമില്ല. റാണിക്ക് പൊട്ടിച്ചു കഴിഞ്ഞാൽ നിനക്ക് പണി കിട്ടും. പിന്നെ നിന്റെ വൈഫിനെ കൊണ്ട് 2 പൊട്ടിച്ചിരുന്നെങ്കിലും കുഴപ്പമില്ലായിരുന്നു ഏട്ടാ എന്ന് ചിന്തിച്ചതാ. പിന്നെ വേണ്ട വിട്ടുകള, അത്രയ്ക്കൊന്നും നമ്മൾ പോണ്ടല്ലേ, നമുക്ക് ഇത്രയും മതി. ഇത് തന്നെ നീ അവർക്ക് കൊടുത്ത 1.5 തിരിച്ചടി. റാണിയൊക്കെ ഇനിയും ഓടി കിടക്കും. നിങ്ങൾ നോക്കിക്കോ, റാണി പി സദാശിവൻ എന്ന് പറയുന്ന അക്കൗണ്ടിൽ നിന്ന് ഇനിയും തുരുതുരാന്ന് കമൻസ് പോകും. കാരണം എന്തൊക്കെയോ പ്രശ്നമുണ്ടേ. പിന്നെ അവർക്ക് ഒരു മോളുണ്ട്. ആ മോളേക്കെങ്കിലും ആലോചിച്ച് നിങ്ങൾക്ക് മാന്യമായിട്ട് ജീവിച്ചൂടെ റാണി ചേച്ചി? വേറൊന്നും കൊണ്ടല്ല, നിങ്ങൾ ഇന്ന് ഇപ്പം നാട്ടുകാരുടെ മുന്നിൽ എക്സ്പോസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. നാളെ നിങ്ങളുടെ മകൾക്ക് നല്ലൊരു കല്യാണ ആലോചന കൂടി ചിലപ്പോൾ വന്നെന്ന് വരത്തില്ല, നല്ലൊരു ജീവിതം കിട്ടിയെന്നും വരത്തില്ല. അതിനേക ഉത്തമ കാരണം നിങ്ങൾ തന്നെ ആവുമ്പോൾ നിങ്ങൾക്ക് അത് പിന്നെ കാലത്ത് റിഗ്രറ്റ് ചിലപ്പോൾ തോന്നിയേക്കും. അതുകൊണ്ട് ആലോചിച്ചും കണ്ടൊക്കെ പല പരിപാടികളൊക്കെ കാണിക്കുക, അല്ലെങ്കിൽ നല്ല പോലെ തേഞ്ഞൊട്ടും ചേച്ചി. ഇത്രയും തെറിയും മോശവും നാട്ടുകാരെ മൊത്തം തെറിയും സ്ത്രീകളെ എല്ലാ തെറിയും വിളിച്ചോണ്ടിരുന്ന ഒരു സ്ത്രീ വന്നിട്ട് നിങ്ങൾ യൂട്യൂബർ അല്ലേ എന്ന് കൂളായിട്ട് സംസാരിക്കുന്നത്. അതെന്ത് പാട്ട് പാടുന്ന മൂളിക്കൊണ്ട് ഇങ്ങനെ പേടിവാണെന്ന് ഇങ്ങനെ മൂളിക്കൊണ്ട് നടക്കത്തില്ലേ, അങ്ങനെ കിടന്ന് നടക്കുന്നു. എന്തോ ഒരു സ്ത്രീയാ അവര്. എന്നിട്ട് പാവ ഒരു ചേട്ടൻ പറഞ്ഞല്ലോ അപ്പുറത്തെ നമ്മൾ ഈ കട അങ്ങനെ അന്വേഷിച്ചപ്പോഴത്തേക്കും ആ കടയിൽ അവിടെ പോവാണ്, സാധനം മേടിക്കാൻ പോവാണോ എന്ന് അവർ ഭയങ്കര കാര്യത്തോടെ നല്ല കടയാണ് എന്നും പറഞ്ഞു വിടുക അവിടുന്ന്. നമ്മൾ ചോദിച്ചു. അപ്പൊ നല്ലൊരു കടയിലെ ഒരു ചേട്ടൻ, നല്ലൊരു പാവപ്പെട്ട ഒരു ചേട്ടൻ കേട്ടോ. അപ്പൊ എന്തായാലും 2 ദിവസമായിട്ടുള്ളൂ ആ സ്ത്രീ ഇവിടെ കേറിയിട്ട്. ഞാനും ഓർത്ത് എന്ത് ഇത്ര വെപ്രാളം കാണിക്കുന്ന സാധനം ഒന്നും അറിയത്തില്ല, ഇത്ര നന്നായിട്ടൊന്നും ഓർത്ത്. നല്ല ഇതാണ്. അപ്പൊ നമ്മള് കണ്ടെത്തി, നമ്മളിവിടെ വന്നു. ഇത് നമ്മള് പറക്കോടെന്ന് പറയുന്ന സ്ഥലത്താണ്. നമ്മൾ രാവിലെ ഇറങ്ങിയാണ്, അതിനൊരു റിസൾട്ട് കിട്ടിയാണ്. എന്തായാലും നല്ല കാര്യമാണ് ഈ ഒരു വീഡിയോ പൊളിച്ചിട്ട്. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. നിന്റെ വീട്ടുകാരത്തുള്ള പ്രശ്നങ്ങളൊക്കെ തീർത്ത് നീ അടിപൊളിയായിട്ട് പോയി കഴിഞ്ഞാൽ നിന്റെ ചാനലിലും അടിപൊളി കേട്ടും, നിന്റെ ഫാമിലിയും അടിപൊളി കേട്ടും. ഈ റാണി പി സദാശിവൻ എന്ന് പറയുന്ന ചേച്ചിക്ക് എന്തായാലും നന്നാവാൻ ഉദ്ദേശം ഉണ്ടെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. ചേച്ചി ഇത് തന്നെ ഒരു തൊഴിലാക്കി എടുത്ത് നടക്കുന്ന പോലെയാണ്. എന്തായാലും കടയിലെ ചേട്ടൻ ഇപ്പൊ തന്നെ പറഞ്ഞു വിട്ടാ നിങ്ങൾക്ക് കടയ്ക്കൊരു ചീത്തപ്പേര് കിട്ടാതെ കാലം മര്യാദയ്ക്ക് മാന്യമായ രീതിയിൽ കട മുന്നോട്ട് പോകും. അല്ലെങ്കിൽ കടയുടെ കാര്യത്തിൽ ഒരു തീരുമാനം ആവും, അല്ലെങ്കിൽ റാണി പി സദാശിവൻ ചേച്ചി ആക്കും. അതാണ് കടയുടെയും അവസ്ഥ. എന്തായാലും ഇതൊക്കെ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെ പുതിയ വീഡിയോ ഇടണം.